കൂട്ടുകാരെ, ബീഫ് എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് ഞാൻ. അതിലേക്ക് ബീഫ് ഒരു 1/4 കിലോ എടുത്ത് അത് വേവിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പുപൊടി ഇട്ട് വേവിച്ചതാണ്. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പട്ട ഇടാം, കുറച്ച് ഇടാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി ഇടാം, നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളക് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം, നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ ഞാൻ വേവിച്ച് കട്ട് ചെയ്ത ബീഫ് അതിലേക്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചെറിയ തീയിലാണ് കേട്ടോ ഞാനിത് വേവിക്കുന്നത്. ഇളക്കിയത് വാങ്ങി വെക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ് മൂടി ഞാനത് ജസ്റ്റ് ഇളക്കി വാങ്ങി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട ഉണ്ട് ഇവിടെ. വെള്ള വേറെ മഞ്ഞ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേവിച്ച് എടുത്ത ബീഫാണത്. പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയുള്ളി സവാള ഞാൻ കട്ട് ചെയ്തതാണ്, നന്നായി ഇളക്കി കൊടുക്കുക. അതേ പാനിലാണ് കേട്ടോ എണ്ണ ഒഴിച്ച് ഞാൻ ചെയ്യുന്നത്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പുപൊടി ഇടുക, കുറച്ച് ഒരു തക്കാളി ഇടുക, എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ആ പൊടികളൊക്കെ നമുക്ക് അതിലേക്ക് ഇടാം. ഞങ്ങൾക്ക് ഇത്തിരി എരിവ് വേണം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. എരിവ് കമ്മിയാക്കണവർക്ക് കമ്മിയാക്കാം, കൂട്ടുന്നവർക്ക് കൂട്ടാം. പിന്നെ ചെറിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഗ്രേവിൻ്റെ പരുവത്തിലാകുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗ്രേവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടാം. ആ വേവിച്ച് വെച്ച ഇറച്ചി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളി മഞ്ഞക്കരു എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായി അത് ഇളക്കി പരുവത്തിലാക്കാം. സംഭവം സെറ്റ്. ഉണ്ടാക്കാത്തവരുണ്ട് ഇതുപോലെ ഉണ്ടാക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി. ബായ്.